ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ലിങ്ക് എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കൊടുക്കുന്ന സംഭവമാണിത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ കയറിയിട്ട് മിനി ചാറ്റ് എന്നെടുക്കുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കാണുന്ന കണക്ട് ടു DM ഓട്ടോമേഷൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് കാണും. അവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും, സൈൻ അപ്പ് ടു മിനി ചാറ്റ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ടു ഗൂഗിൾ ചെയ്യാം. ഞാനിപ്പോൾ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കുന്നത്. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു, ജസ്റ്റ് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യാം. അന്നേരം എന്ത് ചെയ്യുക, വെരിഫൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ശേഷം നമ്മുടെ സെക്യൂർ ഇമെയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇമെയിൽ ഒന്ന് പോകാം. നമ്മൾ ഇമെയിലിലേക്ക് ഒരു സംഭവം അയച്ചിട്ടുണ്ടാവും, ഒരു ലിങ്ക് പോലെ ഒരു സംഭവം അയച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സാണോ കൊടുത്തത് ആ ഇമെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്നുണ്ടാവും ഇമെയിലിൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ വരും. ഓക്കെ, ഇങ്ങനെ പേജിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കണക്ട് ടു ഇൻസ്റ്റഗ്രാം എന്നുള്ള ഭാഗം ഉണ്ടാകും. അവിടെ നമ്മൾ കണക്ട് വിയ മെറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, അവിടെ ഇൻസ്റ്റഗ്രാം എന്നുണ്ടാകും. ഇൻസ്റ്റഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാം അവിടെ കാണാൻ പറ്റും. ആ ഇൻസ്റ്റഗ്രാം നേരെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് ചോദിക്കും. നമ്മൾ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ 2 അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് ഹോം പേ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു അക്കൗണ്ട് മെയിൻ ആക്കി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ കണക്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു അക്കൗണ്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഓട്ടോമേഷൻ സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇവിടെ നമ്മുടെ ചാനലിൽ ഫോർ എംപ്ലോയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത്. അപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സർവീസാണ്, അപ്പോൾ അത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതൊക്കെ നമ്മൾ കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഓപ്പൺ എഐയോ ഗൂഗിൾ ഷീറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് സെലക്ട് ചെയ്ത് വിടുക. പിന്നെ നമ്മളിത് എവിടെ നിന്നാണ് അറിഞ്ഞതെന്നുള്ളതാണ്, ഞാനൊരു ഫ്രണ്ട് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അങ്ങനെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ട്രൈ ഫ്രീ എന്നുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ വിത്ത് ഫ്രീ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഭാഗത്തേക്ക് എത്തും. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെൻഡ് എ ലിങ്ക് ഫ്രം കമൻറ്റ് ഈ രൂപത്തിലാണ് വേണ്ടത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ വീഡിയോ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലിട്ട് 3 പോസ്റ്റാണ്. അപ്പോൾ ഏത് പോസ്റ്റാണ് ആ പോസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഒരു റീലാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് റിപ്ലൈ പോകേണ്ടത് ഏതാണെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അവിടെ താങ്ക്സ് പ്ലീസ് DM ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതാ വേണ്ടി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് DMCU എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ലിങ്ക് എന്നാണ് പോകേണ്ടിച്ചാൽ ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ലിങ്ക് എന്നാണ് പോകേണ്ടത്, റിയാക്ഷൻ ആയിട്ട് പോകേണ്ടത്. അപ്പോൾ ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും റിപ്ലൈ പോകാം. ഞാൻ റിപ്ലൈ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ സെൻഡ് മീ ദ ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോവുക. ഇപ്പം നമുക്ക് ഫോളോ ചെയ്തതിന് ശേഷം ഇത് വരും, പക്ഷെ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടാവുമല്ലോ, സോറി വീഡിയോൻ്റെ അല്ല, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്. ആ ലിങ്ക് താഴെ ബട്ടൺ ലേബലല്ല, താഴെ നമ്മൾ എന്ത് ചെയ്യുക, ലിങ്ക് എന്നുള്ളത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സേവ് എന്ന് കൊടുക്കാം. ഓക്കെ, സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് DM വിത്ത് എ ലിങ്ക് അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ലിങ്ക് എന്നല്ല, അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പേര് എന്താ വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. അത് കൊടുക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇപ്പം ഞാൻ ലിങ്കൊക്കെ ആഡ് ചെയ്തോ സേവ് ചെയ്യുക. ഇനി വേറെ ലിങ്ക് ആഡ് ചെയ്തെങ്കിൽ അതും ആഡ് ലിങ്ക് ചെയ്ത് സേവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രിവ്യൂ, ഇതുപോലെ ആയിരിക്കും വരിക. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗോ ടു ലൈവ് എന്നുള്ളൊരു ഭാഗം കാണും. ഇതൊന്നുകൂടി സെറ്റപ്പ് ഇറ്റ് എന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഗതി പക്കായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇത് സെറ്റ് ചെയ്യൽ. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് എടുത്തിട്ട് ആരൊക്കെ ക്ലിക്ക് ചെയ്തു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ സിമ്പിളായി കാണുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.